ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ശബ്ദത്തിന് കുറച്ച് മാറ്റങ്ങളുണ്ട്. എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ട സൈസിലൊക്കെ ആക്കി മാറ്റുകയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കലണ്ടറാണ്. കുറേ നാളായി ഞാനൊരു കലണ്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ട് പെൻഡിങ്ങിൽ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് നമുക്കത് ചെയ്യാം. ഞാനൊരു പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാണ്. ആ ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസിലേക്ക് ഞാൻ കോളംസ് വരച്ച് കൊടുക്കുകയാണ്. ഈ നമ്പേഴ്സൊക്കെ കറക്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ കോളംസ് വരക്കുന്നത്. നിങ്ങൾക്ക് കോളംസ് വരക്കാതെ കറക്റ്റ് നമ്പർ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് വീക്സിൻ്റെ ലെറ്റേഴ്സും നമ്പേഴ്സും എഴുതി കൊടുക്കുകയാണ്. ഇങ്ങനെ 12 മന്തിൻ്റെതും ചെയ്തെടുക്കാം. ഞാനൊരു കാർഡിൽ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ കാർഡിലും അതാത് മന്ത് നെയിം എഴുതി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വരച്ച കോളംസൊക്കെ മായ്ച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ കാർഡിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പർപ്പിൾ കളർ മാർക്കർ എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡിലേക്ക് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏതിലെ ടോയ് ബോക്സിൻ്റെ മുകളിലുണ്ടായതാണ്. അത് ഞാൻ എടുത്തു വച്ചിരുന്നതാണ്. ഇപ്പോൾ നമുക്കിത് ഈ കാർഡ് ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ചെയ്തെടുക്കണം. അതിനാണ് ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഡയറക്റ്റ് കട്ട് ചെയ്യാതെ ഒരു പേപ്പറിലേക്ക് ഈ കാർഡ് വെച്ച് നോക്കിയിട്ട് അളവ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് പേപ്പർ വെച്ചിട്ട് ആ അളവിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ കാർഡിനനുസരിച്ചാണ് ഇവിടെ ട്രാൻസ്ഫർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാർഡിനനുസരിച്ച് വേണം ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ. ട്രാൻസ്പെറൻറ്റ് ഷീറ്റായത് കൊണ്ട് തന്നെ ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണില്ല. ഇതിനിടയിൽ ഞാനൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ 2 കോർണറിലുള്ള ബോക്സ് പോലെയുള്ളതും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും. ഇനി ഇതിന് മുകളിലുള്ള മാർക്കർ നമുക്കൊന്ന് മായ്ച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ബോക്സ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ട്രാൻസ്പെറൻറ്റ് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഈ നൈഫിനോട് ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ട് കൈനോട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ബോക്സിന് എത്ര വിഡ്ത്ത് വേണമെന്ന് നോക്കണം. അപ്പോൾ ഈ കാർഡ് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒന്ന് സ്കെയിലും നൈഫും വെച്ചിട്ട് ഒന്ന് അതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് പോലെ കിട്ടും. ഇനി ഈ കാർഡ് ഇതിൽ കറക്റ്റ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വൈറ്റ് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2025 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് കളർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തത് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഞാൻ 3 സ്റ്റിക്കർ വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റിക്കറിൻ്റെ ഷേപ്പിനനുസരിച്ച് ഈ ടേപ്പ് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് സ്റ്റിക്കറിൻ്റെ ഷേപ്പിനനുസരിച്ചല്ല, സ്റ്റിക്കറിനേക്കാളും കുറച്ച് വിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ട വലുപ്പത്തിനനുസരിച്ച് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഞാൻ ഈ കാർഡ്ബോർഡിനെ ഈ ഒരു ഷേപ്പിലേക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് വൈറ്റ് A4 ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ A4 ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ഇതിന് മുകളിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ വരച്ചെടുക്കുകയാണ് ഞാൻ. അതിനു വേണ്ടി ഞാൻ 2-3 പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യം ഒരു പിങ്ക് ലൈൻ വെച്ച് മാത്രം, പിന്നെ പിങ്കും പർപ്പിളും വെച്ചിട്ട്, മൂന്നാമത് പിങ്കും പർപ്പിളും വെച്ചിട്ട് കുറച്ച് വീതിക്ക് ചെയ്തതാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു പിങ്കും ഒരു പർപ്പിളും മാർക്കർ എടുത്തിട്ട് ഈ പേപ്പറിലേക്ക് കോളം വരച്ചു കൊടുക്കുകയാണ്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ പേപ്പറിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് ഞാനിത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ കാർഡ്ബോർഡ് ബോക്സ് എടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്ത ആ പാറ്റേൺ പേപ്പർ ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിന് വൈറ്റ് A4 ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇതിന് മുകളിൽ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് വെച്ചെങ്കിൽ, ഇത് ഡയറക്റ്റ് ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുത്തെങ്കിൽ ഇത് ഈ കാണുന്ന പോലെ ഈ ഗിടുഗിട് എന്നില്ലേ, അത് കാണും. അപ്പോൾ അത് ആദ്യം A4 ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് കുറച്ച് നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ പാറ്റേൺ പേപ്പർ ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് ഡബിൾ സൈഡഡ് ടാപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലേക്കും ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തു വെച്ച പാറ്റേൺ പേപ്പർ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ മറ്റേ സൈഡിലേക്കും ഈ ഡബിൾ സൈഡഡ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ സൈഡും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്തു വെച്ച കലണ്ടർ ബോക്സ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബാക്ക് വശം ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സൈഡിലേക്കും ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ 3 സൈഡിലേക്കും ഹോട്ട് ഗ്ലൂ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് തന്നെ ഹോട്ട് ഗ്ലൂ ഒട്ടിക്കണം. പേപ്പറിലേക്ക് ആയെങ്കിൽ നമുക്ക് ഈ കലണ്ടർ എടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച സ്റ്റിക്കർ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കുഞ്ഞ് ബട്ടർഫ്ലൈ ഇതിൻ്റെ ഒരു കോർണറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കലണ്ടർ ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തെടുത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ലവ് യു ഓൾ.